ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ്. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ചെക്കപ്പിൻ്റെ ദിവസമാണ് ഇന്ന്, മാർച്ച് 20. അപ്പോൾ ഇന്ന് കറക്റ്റ് 8 പൂർത്തിയായിട്ട് 9 തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, NST ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് ശേഷം വേണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റിങ്ങിലും പിന്നെ ആഫ്റ്റർ ഫുഡും എടുക്കണമല്ലോ. അതുകൊണ്ട് നേരത്തെ പോവാണ്. 7:30-8 മണി ആവാനായിട്ടുണ്ട് ഇപ്പം. അപ്പം ഇവിടെ പാറേക്കവലിൽ നിന്ന് ബസ് കയറി പോകാമെന്ന് വിചാരിക്കണം. മറ്റുമിച്ചി മഞ്ചിക്കൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് അതുകൊണ്ട് അഫി നമ്മുടെ ഇവിടെ വരുവാണ്. ഇത്ര നേരത്തെ ആയതുകൊണ്ട് ഒന്നാമത് ഇവിടെ നിൽക്കില്ല, പിന്നെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് അങ്കമാടിയിൽ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെയും കൂടി നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് കാണാം. അങ്ങനെ നമ്മൾ പാറേക്കാൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ 8:02 8:10 ബസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ലാബിലേക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. വെയിറ്റിങ്ങിലാണ്. നമ്മളിനി NST എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പം ബ്ലഡ് എടുത്ത് കൊടുത്ത് ഫുഡ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം വീണ്ടും എടുക്കണം. ഇനി നമ്മൾ NST എടുക്കാൻ പോവാം. റൂമിച്ച് ലേബർ റൂമിലാണ് തുടങ്ങുന്നത്. റൂമിച്ച് ബില്ലടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ NST എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നതാണ് ലേബർ റൂമിൽ. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വിളിച്ചത്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ അനക്കത്തിൻ്റെ വേരിയേഷൻ നോക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട്, NSTയുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മൾ മരുന്ന് വാങ്ങിച്ച് തിരിച്ചിറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് പോവാം കേട്ടോ. ഇനി നമ്മളുടെ സ്റ്റാൻഡിലെത്തിയിട്ടോ. ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പോവാണ്. നമ്മൾ നേരെ മഞ്ചിക്കൽ വീട്ടിലേക്കാണ് കേട്ടോ വന്ന് മറ്റേ മെഷീനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഞാമയപ്പത്തേക്ക് പോവാണ്. വീടൊക്കെ പൊളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി കിടന്നതാണ്. അത് ഇപ്പോഴാണ് കേട്ടോ എഴുന്നേക്കണേ. പിന്നെ അപ്പോഴാണ് വിചാരിച്ച് വൈൻഡപ്പെടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ക്യാമറ ഓണാക്കി ഇരിക്കുന്നതാണ്. സമയം ഒരു 4:30-5 മണി ആവാനായിട്ടുണ്ട്. എന്നാലും വെയിലിന് യാതൊരു കുറവില്ല. വെയിലിനും ചൂടിനും ഇപ്പം തന്നെ കണ്ടില്ല ഒരു കറണ്ടിൻ്റെ ഇടയിൽ കൂടെ കാണാനോ നന്നായിട്ട് വെയിൽ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഒരു 6 മണിയൊക്കെ ആവണം ഒന്ന് ആറണമെങ്കിൽ. അത്രയും ചൂടാണ്, രക്ഷയില്ല. അതൊന്നും ഇരിക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ് കേട്ടോ. അപ്പം പിന്നെ ആണെങ്കിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ തളർന്ന് ആ വെയിലത്തോടെ നടന്നിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉമ്മച്ചാണെങ്കിൽ ഇപ്പം നോമ്പുറയ്ക്കുള്ള പരിപാടിയിലൊക്കെയാണ് അടുക്കളയിൽ. പിന്നെ നമ്മൾ മറ്റുമിഷീനെ മഞ്ചിക്കൽ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നിട്ട് മറ്റുമിഷീനെ വിളിച്ചിട്ടാണ് ഇങ്ങടേക്ക് വന്നത്. അഫി കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. എനക്കൊന്നും കേൾക്കുന്നില്ല ഇപ്പം. ഞാനിപ്പം എഴുന്നേറ്റപ്പം വൈൻഡപ്പ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് നോമ്പുണ്ടോയെന്നൊക്കെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നോമ്പ് ഞാൻ എടുത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒന്നാമത് ഭയങ്കര ചൂട്, ആകെ ക്ഷീണം പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പോയിട്ട് ട്രിപ്പ് ഇട്ട് കിടക്കലായിരുന്നു. ഈ
ചൂട് കാരണം ഉറക്കം ശരിയാവുന്നില്ല. അപ്പം വേറെ പ്രഷർ ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ്, കുഴപ്പമില്ല. പക്ഷെ ശരീരം നേരെ നിൽക്കുന്നില്ല, വീണ് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് കിടക്കലായിരുന്നു. പിന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് ഡോക്ടർ പോകുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഡയബറ്റിക്സ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും നോർമലായിരുന്നു കേട്ടോ. കാരണം അത് ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഡോക്ടർ ഡയറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കണം, മധുരം കഴിക്കാനേ പാടില്ല, അതുപോലെ തന്നെ ചോറ് ഒരു നേരം ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് കൂടുവാണല്ലോ, എന്തായാലും ഷുഗർ കൂടുകയേ ഉള്ളൂ, കുറയാനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല, അപ്പോൾ ഇൻസുലിൻ കുത്തേണ്ടി വരും. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് പേടിച്ച് നല്ല രീതിയിൽ ഡയറ്റ് എടുത്തു, പഞ്ചസാര ഒഴിവാക്കി, അതുപോലെ തന്നെ ചോറ് ഒരു നേരമാക്കി. പിന്നെ മധുരമൊക്കെ അങ്ങനത്തെ മിഠായി സംഭവങ്ങൾ അത് ഒരുപാട് കഴിക്കുമായിരുന്നു ഞാൻ മിഠായി. എനിക്കത് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഈ പ്രഗ്നൻസിയിലെ ആദ്യത്തെ സമയത്തൊക്കെ വായിക്ക് ഭയങ്കര കയ്പായിരുന്നു, ഭയങ്കര വൊമിറ്റിങ് കാര്യങ്ങളൊക്കെയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഈ മിഠായി വായിലിടുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ മാത്രമാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും ഒരു ടിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിഠായി കഴിക്കുമായിരുന്നു. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഈ സാധനം വന്ന് വിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, കാരണം വരും എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പായിരുന്നു. അതുപോലെ മിഠായി കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 മാസം വരെ. പിന്നെ ഈ വായിൻ്റെ കയ്പൊക്കെ മാറി, വോമിറ്റിംഗ് ഒക്കെ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മിഠായി കഴിക്കൽ നിർത്തിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. കാരണം ഇത് നമ്മുടെ വായിലൊന്നും നമ്മൾ മിഠായി ഒന്നും ഇട്ടില്ലെങ്കിൽ ചുമ്മാ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഒന്നും വയറ്റിന്ന് ഛർദ്ദിച്ച് പോകാനില്ലെങ്കിലും വെള്ളമാണെങ്കിൽ അതിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് കഴിക്കാന്നുള്ളത് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഈ സംഭവം വന്ന് പിടിച്ചു. അങ്ങനെ ഡോക്ടർ ഡയറ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കി, ചോറ് ഒരു നേരമാക്കി. അങ്ങനെ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്തു. കാരണം ഇൻസുലിനൊക്കെ കുത്തണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്, അതൊക്കെ ഭയങ്കര പാടാണ് നമുക്ക്. പിന്നെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, മറ്റേ മെറ്റ്ഫോർമിൻ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കഴിക്കും, 3 നേരം ഉണ്ടായിരുന്നു കേട്ടോ. അത് കൃത്യമായിട്ട് കഴിച്ചു, ഡയറ്റ് എടുത്തപ്പോൾ. ഇപ്പോൾ ലാസ്റ്റ് 3 പ്രാവശ്യം നോക്കുമ്പോഴും നോർമലാണ്. ഫാസ്റ്റിങ്ങിലും അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡ് നോക്കുമ്പോഴും നോർമലായിരുന്നു. ഇന്ന് നോക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതൊരു ഭാഗ്യമായി. പിന്നെന്താ പറയാനുള്ള, ഇന്നിപ്പം നമ്മൾ ലാസ്റ്റ് ഇന്നും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം NST എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ അനക്കത്തിൻ്റെ വേരിയേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് ആവാനല്ല, എനിക്ക് 20 ഇന്ന്, അതായത് മാർച്ച് 20 ഇന്ന് ആയപ്പോഴത്തേക്കും 8 പൂർത്തിയായിട്ട് 9 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഏപ്രിൽ 25 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം എത്തുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അടുത്തത് ഇനി ഏപ്രിൽ 3 ഇനി പോകാൻ പറഞ്ഞേക്കണേ. അന്ന് PV ഉണ്ട്, ഏറ്റവും പേടിയുള്ള സംഭവമാണ് കേട്ടോ അത്. അന്ന് PV ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയുമായിരിക്കും ഇനി എപ്പോഴാണ് എന്നത്തേക്കാണ് അഡ്മിറ്റ് ആവേണ്ടതെന്നൊക്കെ പറയുമായിരിക്കുമെന്ന് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് പോയി കഴിയുമ്പോൾ പറയാം ഇനി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇപ്പോഴും ഞാൻ മെറ്റ്ഫോർമിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ടാബ്ലറ്റ് നിർത്തണ്ടെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 1-2 ഈ ബ്ലഡ് ടെസ്റ്റിന് പോണ കാര്യം പറയുമ്പോൾ 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഉണ്ട്, ഇപ്പോൾ കൺട്രോളിലാണ് ഉള്ളത്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് വരാതെ നോക്കാം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഒന്നാമത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പൊക്കെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ചിലർക്കൊക്കെ എന്ന് പറയുമ്പോൾ ചോറില്ലാണ്ട് പറ്റില്ല. എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ല. ഇത് വന്ന് പെട്ടല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഡയറ്റ് വലിയ പുത്തിരി അല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയതുമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. പിന്നെ ഡോക്ടർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വിട്ടത്. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി 3-ാം തീയതി പോകുമ്പോഴത്തേക്കും PV ചെയ്ത് കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ഇത് മീൻസ് ഏപ്രിൽ 25-ാം തീയതി വരെ പോവോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയൊരു ചെറിയൊരു വ്ളോഗ് എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.